എയ്ഡഡ് സ്കൂളുകളെ ഭിന്നശേഷി സംവരണത്തിൽ NSS മാനേജ്മെന്റ് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ട അപേക്ഷ ഫയൽ ചെയ്തു. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, അതിലെ എതിർ നിലപാടിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളൊക്കെ കടുത്ത വിമർശനം ഉയർത്തിയ പശ്ചാത്തലത്തിലാണോ സർക്കാരിന്റെ ആ നിലപാട് മാറ്റം? അച്യുതൻ, ഹാഷ്മി, ഈ ഭിന്നശേഷി സംവരണ തസ്തികകൾ ഒഴിപ്പിച്ചിട്ട ശേഷം മറ്റു നിയമനങ്ങൾ അംഗീകരിക്കണമെന്ന NSS മാനേജ്മെന്റ് ഹർജിയിൽ കഴിഞ്ഞ മാർച്ചിലാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഇതിന് തൊട്ടുപിന്നാലെ സർക്കാർ അറിയിച്ചിരുന്നത് ഈ NSS സ്കൂളുകൾക്ക് നൽകിയ ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും നൽകണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് ഇക്കാര്യം സുപ്രീം കോടതി അറിയിക്കുമെന്നുള്ളതാണ്. ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ ഒരു അപേക്ഷ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതായത് NSS മാനേജ്മെന്റിന് അനുകൂലമായിട്ടുള്ള വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകം ആക്കുന്നതാണ് നീതിയുക്തം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് അറിയിച്ചുകൊണ്ടാണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണനയിലേക്ക് വന്നെങ്കിലും സുപ്രീം കോടതി അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഈ സുപ്രീം കോടതി വിഷയം പരിഗണിക്കുമ്പോഴായിരിക്കും വ്യക്തത വരിക. ഹാഷ്മി, ഓക്കെ. അതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ വലിയ എതിർപ്പ് ഉയർത്തിയിരുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു വാർത്താ സമ്മേളനമൊക്കെ ഒന്ന് ഓർമ്മയുണ്ടാകും. ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ അതിൽ കൂടി ഇടപെടൽ വളരെ വേഗത്തിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പൊതുനീതി എന്ന് പറയുന്നത് ഒരാൾക്ക് ബാധകമാകുന്ന ഒരു വിധി എല്ലാവർക്കും ബാധകമാക്കുക എന്ന് തന്നെയാണ്. അതിലാർക്കാ തർക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.